അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ മുടി കൊഴിച്ചിൽ, മുടി വളരാനൊക്കെ പറ്റിയ നല്ലൊരു എണ്ണയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടത് ഇത് ചെമ്പരത്തിയുടെ ഇല, ഇത് കൈക്കണേപ്പിൻ്റെ ഇല, ഇത് മൈലാഞ്ചി ഇല, പിന്നെ ഇത് വേപ്പിൻ്റെ ഇല, പിന്നെ കറ്റാർവാഴ. എന്നിട്ട് ഞാനിതൊക്കെ ഊരി ഒന്നിലേക്ക് ആക്കിയിട്ട് കറ്റാർവാഴ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴ എന്നിട്ട് നമ്മൾ കുറച്ച് ഉലുവ വെള്ളത്തിലിടണം കേട്ടോ. കുറച്ച് ഉലുവ നല്ലതല്ലേ, അപ്പോൾ ഉലുവയും കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ ഇലകളൊക്കെ പാടെ, ഉലുവ ഇലയൊക്കെ പാടെ വലിയ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴ എന്തായാലും നമ്മൾ പൊട്ടിച്ചാലും കുത്തി വെക്കണം. അതിലൊരു മഞ്ഞ കറണ്ട്, ആ കറ പോയതിൻ്റെ ശേഷമാണ് നമ്മൾ കറ്റാർവാഴ എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അതിലത്തെ ജെല്ലൊക്കെ എടുത്ത് ചെറിയ ജാറിൽ വേറെ അടിച്ചു, മറ്റേത് വലിയ ജാറിലും വേറെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ജാറിൽ അടിച്ച് വെച്ചു. എന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഫസ്റ്റ് ഒരു കുപ്പി ഫുള്ള് ഒഴിച്ചു. പിന്നെ ഇത്ര പോകുന്ന കുപ്പിയിൽ ഒരു അര കുപ്പി വേറെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു കുപ്പി ഫുള്ളാണ്. ഇനി കുപ്പിയുടെ വേറെ ഉണ്ട്. ഇതേപോലെ കുപ്പി, അങ്ങനെ 1.5 കുപ്പി എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. 1.5 കുപ്പി എണ്ണ. എന്നിട്ട് നല്ല എണ്ണ ചൂടായതിൻ്റെ ശേഷം ഫസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത് ഇടണം. അരച്ച് വെച്ചത് ഇടുമ്പോൾ നല്ല മണവും നല്ല തളയും വരും കേട്ടോ. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. എന്ത് മണമെന്നറിയോ? അപ്പോൾ എല്ലാവരും മുടി കൊഴിയണവർക്കും മുടി വളരാനും എല്ലാത്തിനും നല്ലതാണ്. എപ്പോഴും തേക്കരുത്, ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും തേക്കുക. പിന്നെ ഷാമ്പു ഇടാതിരിക്കുക, സോപ്പ് തേക്കാതിരിക്കുക. ഷാമ്പു തേക്കണം എന്നില്ല, ഒരിക്കൽ താളി കടയിൽ നിന്ന് മേടിച്ചാൽ കിട്ടും. ആ താളി തേച്ചിട്ട് കഴുകി കളയട്ടോ. എന്നിട്ട് ആഴ്ചയിൽ 3 വട്ടം തേച്ചാൽ മതി, എന്തായാലും റിസൾട്ട് കിട്ടും. ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ, ഇത് വലിയ ചിലവുമില്ല. കറ്റാർവാഴ അവരാരെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല. പിന്നെ അതൊക്കെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചത് അത് ഓരക്കപ്പോൾ കണ്ടത്. അപ്പോൾ കട്ടായിട്ടിരിക്കും എണ്ണയിലിട്ടാൽ. പിന്നെ കുറേ കഴിഞ്ഞ് അതിങ്ങനെ തിളച്ച് ഇടക്കിടക്ക് ഇളക്കണം കേട്ടോ. അങ്ങനെ ഇടക്കിടക്ക് ഇളക്കി വരുമ്പോൾ ആ കട്ടയൊക്കെ അലിഞ്ഞ് കണ്ടപ്പോൾ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. പച്ച കളറായിരിക്കും എണ്ണ കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ കുറച്ചും കൂടി കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് ഇളക്കി അതിൻ്റെ കളർ ഒന്ന് മൊരിയണ അത്ര എന്തായാലും ആക്കണം. അപ്പോൾ ഇനി ഞാൻ പിന്നെ ഇളക്കിയുണ്ടോ, ഒരു മൊരിഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. എത്രയും വറ്റിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാരണം അത് അരച്ച് ചേർത്ത കാരണം എല്ലാതും അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അരക്കാൻ. പിന്നെ ഉലുവയുടെ വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുത്താൽ മതി. ഉലുവയുടെ വെള്ളം നല്ലതല്ലേ. അങ്ങനെ ഫുള്ള് മൊരിഞ്ഞ പോലെ ആയതിൻ്റെ ശേഷം നമ്മളിത് ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് കുറച്ച് ചൂടാറണ വരെ ഇറക്കി വെച്ചാൽ എണ്ണ മേലെയും അതിൻ്റെ കക്കനൊക്കെ അടിയിലായിട്ടാണ് അത് നിൽക്കുന്നിട്ട്. അതിൻ്റെ ശേഷം നമ്മളൊരു നല്ല തുണിയിൽ അത് ഫുള്ള് അരിച്ചെടുത്തതിൻ്റെ വേണം. അപ്പോൾ നല്ല മൊരിഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ കുപ്പിയൊക്കെ ഒഴിക്കും. അപ്പോൾ ഞാൻ 1.5 കുപ്പി എണ്ണ ഒഴിച്ചിട്ടൊക്കെ കിട്ടിക്കണം. ആകെ 1 കുപ്പി എണ്ണയാണ്. അപ്പോൾ അത്രയും വറ്റി നല്ല ഇതുപോലെ ആയി കിട്ടണം തലയിലും. പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് കാലിലൊക്കെ തേക്കട്ടോ. കാല് മുളി, ഇപ്പോൾ കാറ്റല്ലേ, അപ്പോൾ കാലിൽ മുളിയിനും കയ്യുമ്മത്തെ മുളിക്കൊക്കെ മേലും തേക്കാം. ഇങ്ങോട്ട് കുളിച്ചാൽ നല്ല മുളിയൊക്കെ പെട്ടെന്ന് പോകും. അതിൻ്റെ കക്കനല്ല തേക്കണം. എന്തായാലും നമ്മളത് തലയിലും തേക്കട്ടോ, കാലുമ്മേലും തേക്കാം, കയ്യുമ്മേലും തലയിലും ഒക്കെ തേക്കാം. അപ്പോൾ കണ്ടപ്പോൾ എണ്ണയൊക്കെ ഊറി കിടക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാനൊരു ഇതിൻ്റെ കോട്ടൻ്റെ ഇതിലേക്കെടുത്ത് ഞാനതൊക്കെ അരിച്ചെടുത്തു. ഫുള്ള് അരിച്ച് പീച്ചി എടുത്തതിൻ്റെ ശേഷം ഞാനത് കുപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട്. കുപ്പിയിൽ ഒരു പച്ച കളർ എണ്ണയാണ് കേട്ടോ. ഞാനെൻ്റെ കയ്യിലൊഴിച്ച് കാണിച്ചു തരാം, അപ്പോഴറിയും. എന്നിട്ട് അത് നല്ല തലയിൽ നല്ല മസാജ് ചെയ്തിട്ട് നല്ല തേച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്കാണ് തേക്കണിച്ച, ഒരു 10:30 ആയിട്ട് കുളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, 3 വട്ടം ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, ബായ്.